പത്തനംതിട്ടയിൽ രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയ്ക്കായി ഹെലിപാഡ് നിർമ്മിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകി. പത്തനംതിട്ട സ്വദേശി റഷീദ് ആനപ്പാറയാണ് പരാതി നൽകിയത്. രാഷ്ട്രപതി, മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി എന്നിവർക്കാണ് പരാതി. പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ റവന്യൂ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. നന്ദുഷയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നന്ദുഷ, എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? പത്തനംതിട്ടയിൽ രാഷ്ട്രപതി എത്തിയ അല്ലെങ്കിൽ ശബരിമല സന്ദർശനത്തിനായ രാഷ്ട്രപതി പത്തനംതിട്ടയിലെത്തിയ സമയത്ത് നിർമ്മിച്ച 3 ഹെലിപാഡിനെ ചൊല്ലിയുള്ള വിവാദം ഇനിയും അവസാനിച്ചിട്ടില്ല. ഈ ഹെലിപാഡിൽ ആ രാഷ്ട്രപതി വിസിറ്റ് ചെയ്ത അതേ ദിവസം തന്നെ ഹെലികോപ്റ്റർ താഴ്ന്നു പോയ ആ സംഭവം മുതൽ തുടങ്ങുകയായിരുന്നു ഇതിന്റെ വിവാദം. പിന്നീട് ഈ 3 ഹെലിപാഡുകൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രം 20 ലക്ഷം രൂപയിലധികം ചിലവായി എന്ന കണക്കുകൾ കൂടി പുറത്തു വന്നതോടെ ഇതിലൊരു അഴിമതി സംശയിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ രംഗത്തെത്തിയ ഒരാളാണ് റഷീദ് ആനപ്പാറ എന്ന പൊതുപ്രവർത്തകൻ. ഇദ്ദേഹം ഇപ്പോൾ നിലവിൽ രാഷ്ട്രപതിക്കും മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുകയാണ്. ഈ പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിലവിൽ റവന്യൂ വകുപ്പ് മന്ത്രി കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഹെലിപാഡ് പൊളിച്ചു നീക്കാൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശം വന്നിരുന്നു. കാരണം ഇത് നിർമ്മിച്ചിരിക്കുന്നത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഇവിടുത്തെ ഗ്രൗണ്ടിൽ കുട്ടികൾക്ക് പരിശീലനത്തിനുള്ള വാമപ്പ് ഉൾപ്പെടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഈ ഹെലിപാഡ് തടസ്സമാണ്. അതിനാൽ തന്നെ എത്രയും വേഗം ഈ ഹെലിപാഡ് പൊളിച്ചു നീക്കണമെന്നും കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. ഏതായാലും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടർക്ക് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 20 ലക്ഷം രൂപ ചിലവാക്കി എന്ന് പറയുന്നതിൽ തന്നെ വലിയൊരു അതിശോക്തി ഉണ്ട് എന്നാണ് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാകുന്നത്. 3 ഹെലിപാഡുകൾ കോൺക്രീറ്റ് നിർമ്മിക്കാൻ ഇത്രയധികം രൂപ ചിലവാകുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി പൊതുസമൂഹം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നുണ്ട്. നൗഫൽ, രാഷ്ട്രപതിക്കായി നിർമ്മിച്ച ഹെലിപാഡിൽ വിവാദം, പരാതിയും ഇനിയും അവസാനിക്കുന്നില്ല. നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മീഡിയ വൺ എക്സ്ക്ലൂസീവ് വാർത്തയാണ്. സർക്കാരിനും CPM-നുമെതിരെ ആഞ്ഞടിച്ച് PK കുഞ്ഞാലിക്കുട്ടി. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വിധം തെരഞ്ഞെടുപ്പിൽ വർഗീയ കാർഡ് ഇറക്കി കളിച്ചു. ഒരു സംഘടനയെ ചാരിക്കൊണ്ട് ഇസ്ലാമോഫോബിയെ കളിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് കരുതി. ജമാഅത്തെ ഇസ്ലാമി കാർഡ് ഇറക്കി ജയിക്കാമെന്ന തന്ത്രം പാളി. ചില വ്യക്തികളെ കൊണ്ട് വർഗീയത പറയിപ്പിച്ചു. CPM BJP-യുടെ അവസ്ഥയിലേക്ക് പോയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മീഡിയ വൺ നേതാവ് നിലപാട് പരിപാടിയിലായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം.